ഓം ഗം ഗണപതയേ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ സദ്ഗുരുഭ്യോ നമഃ. ഹരി ഓം. പ്രഭാതത്തിലെ താരതമ്യേന പ്രശാന്തമായ ബാഹ്യ അന്തരീക്ഷത്തെയും ഏറെക്കുറെ ശാന്തമായ മനസ്സിനെയും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഉദാത്തമായ ആത്മവിചിന്തനത്തിലേക്ക് ശ്രദ്ധ ഉയർത്താൻ സാധിക്കുന്നത് നന്നായിരിക്കും. ശങ്കര ഭഗവത്പാദരുടെ ആത്മബോധം എന്ന കൃതിയിലെ രണ്ടാമത്തെ ശ്ലോകമാവട്ടെ ഇന്നത്തെ ചിന്താവിഷയം. അടുക്കള കാര്യം തൊട്ട് ഔദ്യോഗികവും അനൗദ്യോഗികവുമായ ഒരുപാട് വ്യാപാരങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഭഗവത്പാദരുടെ ആദേശത്തെ ശ്രദ്ധിക്കാം. ബോധോന്യസാധനേഭ്യോ ഹി സാക്ഷാത് മോക്ഷൈക സാധനം പാകസ്യ വന്നിവ ജ്ഞാനം വിനാ മോക്ഷോ ന സിദ്ധ്യതി. ബോധ, ഇവിടെ ബോധം എന്ന ശബ്ദത്തിന് അറിവ് എന്നാണ് അർത്ഥം. ആത്മാവിനെ സംബന്ധിക്കുന്ന ജ്ഞാനം. അന്യസാധനേഭ്യ, മറ്റ് സാധനാവിശേഷങ്ങളിൽ നിന്ന്. സാധ്യം എന്നാൽ സാക്ഷാത്കരിക്കേണ്ട ലക്ഷ്യം എന്നാണ് വാഗർത്ഥം. സാധ്യത്തെ നേടാൻ സഹായിക്കുന്ന പ്രക്രിയകളെ മുഴുവൻ സാധന ശബ്ദം കൊണ്ട് അർത്ഥമാക്കുന്നു. ഒട്ടനവധി സാധനകളെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ടാകും. സാധനകൾ ആചരിക്കുന്നവരൊക്കെ സാധകന്മാരാണ്. സാധകന്മാരോടായിക്കൊണ്ട് ശങ്കര ഭഗവത്പാദർ പറയുന്നു, മോക്ഷസിദ്ധിക്കായിക്കൊണ്ട് മുഖ്യ സാധനയായിരിക്കുന്നത് ജ്ഞാനമാകുന്നു. ബോധോന്യ സാധനേഭ്യോ ഹി സാക്ഷാത് മോക്ഷൈക സാധനം. മറ്റ് സാധനാവിശേഷങ്ങൾ ഇതുകൊണ്ട് ആവശ്യമില്ല എന്നർത്ഥമില്ല. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റ് സാധനാവിശേഷങ്ങളൊക്കെ ജ്ഞാനാർജന വിഷയത്തിൽ, ജ്ഞാനം നേടുന്ന വിഷയത്തിൽ സഹകാരികളാണ് എന്ന് മനസ്സിലാക്കണം. ഏത് തരത്തിലുള്ള സഹകരണമാണ് മറ്റ് സാധനാവിശേഷങ്ങൾ നൽകുന്നത് എന്നാണെങ്കിൽ അന്തഃകരണ ശുദ്ധിക്കും ഏകാഗ്രതയ്ക്കും എന്നാണ് ഉത്തരം. അതായത് ഏത് സാധനകൾ അനുഷ്ഠിക്കുമ്പോഴും അത് അന്തഃകരണത്തിൻ്റെ പ്രശാന്തിക്ക്, പ്രസാദ ഭാവത്തിന് സഹായകമാവുന്നുണ്ടോ എന്നും ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ സഹായകമാവുന്നുണ്ടോ എന്നും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. സാധനാ വിഷയത്തിൽ ഒട്ടേറെ പരിഭ്രമങ്ങൾ ഇക്കാലത്ത് വളർന്നു വരുന്നതായി കാണാം. അത് ആശാസ്യമല്ല, സ്വീകാര്യമല്ല തന്നെ. എല്ലാ സാധനാനുഷ്ഠാനങ്ങളും നമ്മെ കൂടുതൽ പ്രശാന്തിയിലേക്ക് നയിക്കേണ്ടതുണ്ട് എന്ന് സാരം. അങ്ങനെ നയിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കണം എന്ന് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആത്മബോധം എന്ന രചനയുടെ ഒരു സവിശേഷത, ശ്രദ്ധേയമായ സവിശേഷത, ശങ്കര ഭഗവത്പാദർ കഴിവതും ഓരോ ആശയത്തെയും കൂടുതൽ നന്നായി പ്രകാശിപ്പിക്കുന്നതിനായിട്ട് പഠിതാക്കളുടെ മനസ്സിൽ ഈ ആശയങ്ങൾ ഉറച്ചു നിൽക്കണം എന്ന ആഗ്രഹത്തോടുകൂടി ഉദാഹരണ സഹിതം ഇത് പ്രതിപാദിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ ശ്ലോകത്തിൽ പ്രതിപാദിതമായ ഉദാഹരണം പാകസ്യ, പാചക വിഷയത്തിൽ. പാകസ്യ വന്നിവത്, അഗ്നി എപ്രകാരമാണോ മുഖ്യ ഘടകമായിരിക്കുന്നത്, ഇതുപോലെ ജ്ഞാനം വിന, അറിവ് കൂടാതെ, അറിവാകുന്ന അഗ്നിയുടെ സഹായമില്ലാതെ മോക്ഷ ന സിദ്ധ്യതി, മോക്ഷം ലഭ്യമാകുന്നില്ല. പാചകത്തിന് വേണ്ടി നാം പല വിഭവങ്ങളും ഒരുക്കി വയ്ക്കുന്നു. പണ്ടൊക്കെ റേഡിയോയിലൂടെ പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന പാചകവിധികൾ, അതിനെക്കുറിച്ചൊരു തമാശ കേട്ടിട്ടുള്ളത്, നിർദ്ദേശമനുസരിച്ച് കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചു, പക്ഷേ പാചകം പരാജയപ്പെട്ടു അത്രേ. കാരണം അടുപ്പത്ത് വെക്കണമെന്നും അഗ്നിയിൽ വേവിച്ചെടുക്കണമെന്നും പ്രത്യേകിച്ച് നിർദ്ദേശം നൽകിയില്ല. ഇതുപോലെ പലരും ഒട്ടേറെ സാധനാനുഷ്ഠാനങ്ങളിൽ മുഴുകിയിരിക്കുന്നു. പക്ഷേ ജ്ഞാനാർജനത്തിന് വേണ്ടി എന്ത് ചെയ്തു? സദ്ഗുരുവിനെ സമീപിച്ചുവോ, സത്സംഗങ്ങളിൽ പങ്കെടുത്തുവോ, സദ്ഗ്രന്ഥങ്ങളെ വിചാരം ചെയ്തുവോ? ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ മറ്റ് സാധനാവിശേഷങ്ങളൊന്നും തന്നെ
സഫലമാവില്ല എന്ന് ഭഗവത് പാദർ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ദിനം ചെയ്യുന്ന അനുഷ്ഠാനങ്ങളൊക്കെ മോക്ഷം ലക്ഷ്യമാക്കി അന്തഃശുദ്ധിക്കും അതുപോലെ തന്നെ ഏകാഗ്രത സംവർദ്ധനത്തിനും സഹായകമാവുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. അങ്ങനെ പതുക്കെ പതുക്കെ താരതമ്യേന മനസ്സ് ശാന്തമാവുന്നതിനനുസരിച്ച് ജ്ഞാനാർജനത്തിലും ശ്രദ്ധിക്കാം. ജ്ഞാന സാക്ഷാത്കാരം കൊണ്ട് മോക്ഷം ഏവർക്കും സുലഭമാവട്ടെ. ശങ്കര ഭഗവത്പാദർ നമ്മെ അതിന് അനുഗ്രഹിക്കട്ടെ.